നമസ്കാരം, എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമസ്കാരം സാർ. നമസ്കാരം. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഷാങ്ഹായ് ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ വേണ്ടിയും ഷീ ജിൻപിങ്ങിനെ നേരിട്ട് കണ്ട് സംസാരിക്കാനും വേണ്ടി ചൈനയിലേക്ക് യാത്രയിരിക്കുന്നു. മറുഭാഗത്ത് റഷ്യയുമായി ബന്ധം വിച്ഛേദിക്കണമെന്ന് പറയുന്നു. അത് കൂടുതൽ ബലവത്താവുകയുള്ളൂ. അപ്പോൾ ശരിക്കും ട്രംപ് ചെയ്യുന്നത് ഇന്ത്യക്ക് ഗുണഫലമായ ഒരു ഭാഗത്ത് വരുന്നുണ്ട്, മറുഭാഗത്ത് അമേരിക്കയ്ക്ക് അതിഭീകരമായ ഒരു തിരിച്ചടിയും. ശരിയല്ലേ? വളരെ ശരിയാണ്. കാരണം അമേരിക്ക പ്രതീക്ഷിച്ചത് നമ്മൾ പേടിച്ച് ഓടിച്ചെന്ന് എന്തെങ്കിലും ഒരു സെറ്റിൽമെൻറ്റിന് തയ്യാറാകും എന്ന് തന്നെയാണ്. പക്ഷേ തയ്യാറായില്ലെന്ന് മാത്രമല്ല, അസാധാരണം അല്ലെങ്കിൽ അവിശ്വസനീയമെന്ന് പറയുന്ന ഒരു കൂട്ടുകെട്ടിലേക്കാണ് നമ്മൾ പോയത്. ചൈന ഒരിക്കലും നമ്മുടെ ഒരു ഉറ്റ സുഹൃത്തായി വരുമെന്ന് ആരും കരുതിയില്ല. അപ്പോൾ ചൈനയും റഷ്യയും ഇന്ത്യയും ചേർത്തുകൊണ്ട് നമ്മൾ ഏഷ്യയിലെ ഏതാണ്ട് പ്രധാന ഭൂഭാഗങ്ങളെല്ലാം വരുന്ന ഒരു സെക്ടർ നമ്മൾ കൈവശപ്പെടുത്തിയിരിക്കുകയാണ്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു കാര്യം, ലോകത്തെ ഏറ്റവും വലിയ മാർക്കറ്റ് എന്ന് പറയുന്നത് ഇന്ത്യയും ചൈനയുമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഏഴാമത്തെ ഒരു വലിയ രാഷ്ട്രമാണ് റഷ്യ. അപ്പോൾ റഷ്യയ്ക്കും അതുപോലെ തന്നെ പ്രാധാന്യമുണ്ട്. അപ്പോൾ ആ പ്രാധാന്യങ്ങളെല്ലാം നിലനിൽക്കവേ നമ്മൾ ഈ ഒരു കൂട്ടായ്മ വരുമ്പോൾ അത് വളരെയധികം ശക്തമായ ഒരു ബന്ധത്തിന് കാരണമാക്കുകയും ഇത് ഒരു ജിയോ പൊളിറ്റിക്കൽ ചേഞ്ചിന് തന്നെ കാരണമാക്കും. ഇതിവിടം കൊണ്ട് നിൽക്കുന്നില്ല. നരേന്ദ്രമോദി ശ്രദ്ധിക്കുന്നത് ലാറ്റിൻ അമേരിക്കൻ രാഷ്ട്രങ്ങളെ ഇതുപോലെ ഒന്നിച്ചു നിർത്താനാണ്. ബ്രസീലിനെ, മെക്സിക്കോയൊക്കെ ഇപ്പോൾ ഓൾറെഡി നമ്മൾ ബന്ധപ്പെട്ട് കഴിഞ്ഞു. പെറു അടക്കമുള്ള ചെറു രാഷ്ട്രങ്ങളിലെയും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു 46 രാഷ്ട്രങ്ങൾ അവിടെയും ഒരു കൂട്ടായ്മയിലേക്ക് വരികയും ബ്രിക് എന്ന് പറയുന്ന ഒരു വലിയ സംഭവമായി മാറുകയും അതിൽ ആഫ്രിക്കൻ രാഷ്ട്രങ്ങളും പിന്നെ മിഡിൽ ഈസ്റ്റിലെ രാഷ്ട്രങ്ങളും എല്ലാം കൂടി ചേർന്ന ഒരു കൂട്ടായ്മയ്ക്കും ധാരണയായിട്ടുണ്ട്. ഇതിനെല്ലാം കാരണം ഒറ്റ കാര്യമാണ്, ട്രംപിൻ്റെ ഈ കണ്ണും മൂക്കുമില്ലാത്ത താരിഫ് എന്ന ഒരു നിബന്ധന. ട്രംപ് ന്യൂയോർക്കിലെ ഒന്നാന്തരം ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ച് ബാർഗൈനറാണ്, ഒരു ബുള്ളിയാണ്. അപ്പോൾ ആ രീതിയിലാണ് അദ്ദേഹം ലോക മാർക്കറ്റിനെയും കാണുന്നത്. അപ്പോൾ അവിടെ ഒരുപാട് വിജയങ്ങൾ അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ട്. ചില സ്റ്റോക്ക് മാർക്കറ്റിലെ ചില ഷെയറുകളെ ഇടിച്ചു താക്കുക, ചിലതിനെ ഉയർത്തിക്കാട്ടുക, എന്നിട്ട് അതിലേക്ക് ആൾക്കാരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരിക, എന്നിട്ട് അത് തകർത്തിക്കൊണ്ട് അപ്പുറത്തേലേക്ക് പോവുക. ഇങ്ങനെ കളിച്ച് ഒരുപാട് കാശുണ്ടാക്കിയ ആളാണ് ട്രംപ്. അപ്പം അതേ കളി USA എന്ന രാഷ്ട്രത്തെ വെച്ചുകൊണ്ട് ലോകം മുഴുവൻ നടത്താമെന്നാണ് അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം. അദ്ദേഹം ഇന്നലെയും വളരെ സന്തോഷത്തോടു കൂടി പറയുന്നു, ലോകത്തെ ധാരാളം പണം തൻ്റെ രാജ്യത്തേക്ക് വരാൻ പോവുകയാണ്. കാരണം എല്ലാവരുടെയും ടാരിഫുകൾ വളരെ അധികമായിട്ട് കൂട്ടിയിട്ടുണ്ട്. ഏറ്റവും മിനിമം എന്ന് പറയുന്നത് 19 and 20 ഒക്കെയാണ്. അപ്പോൾ അതിൽ കൂടുതലൊക്കെയാണ്. കാനഡയ്ക്കും ഉൾപ്പെടെ കാനഡയ്ക്ക് 35 അതുപോലെ തന്നെ ഇന്ത്യക്ക് 50, ബ്രസീലിന് 50. ഇങ്ങനെ ഓരോ രാഷ്ട്രങ്ങൾ, സ്വിറ്റ്സർലൻഡിനും 25 ആണ്. ഇങ്ങനെ ഓരോ രാഷ്ട്രങ്ങൾക്കും വലിയ വലിയ തുകകളാണ് ടാരിഫായിട്ട് വെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ യൂറോപ്പിലായാലും ഏഷ്യയിലായാലും എല്ലാ രാഷ്ട്രങ്ങൾക്കും വലിയ ടാരിഫ് ഏർപ്പെടുത്തി ഇതുകൊണ്ട് തൻ്റെ രാഷ്ട്രത്തിൻ്റെ സമ്പത്ത് ഉയർത്താമെന്നാണ് അദ്ദേഹം വിചാരിക്കുന്നത്. പക്ഷേ അത് ഉയർത്തണമെങ്കിൽ അത്രയ്ക്കും ട്രാൻസാക്ഷൻ നടക്കണ്ടേ? നമ്മൾ ഒരു റേറ്റ് ഉണ്ടാക്കി വെച്ചാൽ പോരല്ലോ. നമ്മൾ വലിയൊരു പലിശ കിട്ടുമെന്ന് പറഞ്ഞിട്ട് നമ്മളൊരു റേറ്റ് കണ്ടെത്തിയാൽ പോരാ, അത്രയ്ക്ക് ട്രാൻസാക്ഷൻ നടക്കണമല്ലോ. ആ ട്രാൻസാക്ഷൻ നടക്കാനുള്ള സാധ്യത കുറയുന്നു എന്നുള്ളതാണ്. കാരണം വിവിധ രാഷ്ട്രങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്നത് നമുക്ക് പരസ്പരം ട്രേഡ് നടത്തിക്കൊണ്ട് ഈ ടാരിഫ് കൊടുക്കാതെ എങ്ങനെ എസ്കേപ്പ് ചെയ്യാം എന്നുള്ളതാണ്. ഇന്ത്യ മാത്രമല്ല, അത് മറ്റ് രാഷ്ട്രങ്ങളെല്ലാം ആ വിധത്തിലേക്കാണ് പോകുന്നത്. ഈവൻ ജപ്പാൻ ഉൾപ്പെടെ, ജപ്പാന് റേറ്റ് കുറച്ച് കൊടുത്തിട്ടുണ്ട്, എന്നാൽ പോലും ജപ്പാൻ ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങൾ ചിലവ് കുറവുള്ള അല്ലെങ്കിൽ ടാരിഫ് ഒന്നും ഇല്ലാത്ത അല്ലെങ്കിൽ ഫ്രീ ട്രേഡിന് സ്കോപ്പുള്ള സ്ഥലങ്ങളെ അവർ ആശ്രയിക്കാൻ തയ്യാറാണ്. ഏറ്റവും വിശേഷിച്ച് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഇന്ത്യ, ചൈന പോലുള്ള മാർക്കറ്റുകൾ ഒരിക്കലും ആർക്കും തഴയാൻ കഴിയില്ല. ഇപ്പോൾ ചൈനയുടെ സെല്ലിംഗ് ആണ് അവർ കൂടുതൽ, പർച്ചേസ് അവർ ഇമ്പോർട്ട് വളരെ കുറവാണ്. എങ്കിൽ പോലും ആ മാർക്കറ്റ് നമുക്ക് ഒരിക്കലും വിട്ടുകളിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. ഇപ്പോഴത്തെ ഈ നമ്മുടെ പ്രധാനമന്ത്രിയുടെ സന്ദർശനം, അതിൽ നിരവധി വിഷയങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ഈ പറയുന്ന അമേരിക്കയുടെ താരിഫ് വാർ തന്നെയായിരിക്കും. ഒരു ഘട്ടത്തിൽ അമേരിക്കയുമായി ഏറ്റവും വലിയ യുദ്ധം ഈ വിഷയത്തിൽ തുടങ്ങി വെച്ചത് ചൈനയുമായിട്ടായിരുന്നു. 180% നിന്ന് നേരെ 30%, 35% അമേരിക്ക കുറയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതും ട്രംപിൻ്റെ ഒരു ഈ കച്ചവട രീതി തന്നെ ആയിരുന്നു. സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ അദ്ദേഹം എന്തൊക്കെ കളി നടത്തിയിട്ടുണ്ടോ അതെല്ലാം ഇപ്പം ഈ ടാരിഫിലൂടെ ലോകത്തെ പ്രമുഖ രാഷ്ട്രങ്ങൾക്കിടയിൽ നടത്തുകയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇന്ത്യയും ചൈനയും നമ്മൾ ഈ ഒരു താരിഫിൻ്റെ ഒരു വ്യത്യാസം ഉണ്ടാകുമ്പോൾ അത് ഏത് രീതിയിലാണ്? ട്രംപിന് വ്യക്തിപരമായും ഒട്ടും തന്നെ കണ്ടുകൂടാത്ത
ഒരു നേതാവാണ് ഷീ ജിൻപിങ്. അതുപോലെ ഒരു വൈരാഗ്യമുള്ള രാജ്യമാണ് ചൈന. കാരണം തങ്ങളെ മറികടക്കുമോ എന്നുള്ള ഭയം തന്നെയാണ് അതിന്റെ പ്രധാനപ്പെട്ട ഒരു ആധാരം. എന്നിട്ട് പോലും ചൈനയോട് മയപ്പെടുത്തി ഏറ്റവും അധികം അടുത്ത ഫ്രണ്ടായി നിൽക്കുന്ന ഇന്ത്യയോട് ഇത്തരത്തിലൊരു യുദ്ധം നടത്താനുണ്ടായ ഒരു സാഹചര്യം കൂടി. അല്ല, ഇതിന് ഏറ്റവും ചൈനയ്ക്ക് ഇത് പൂർണ്ണമായും ബോധ്യമായിട്ടുണ്ട്. അതായത് ഇപ്പോൾ തൽക്കാലത്തേക്ക് നടത്തുന്ന ഒരു കളിയാണ്. ഇന്ത്യ ചൈനയുമായിട്ട് സൗഹൃദത്തിലായി ചൈനയുടെ താല്പര്യങ്ങൾ കൂടി അമേരിക്കയ്ക്ക് എതിരായിട്ട് വരുന്ന വിധത്തിൽ വന്നാൽ ഇന്ത്യയും ചൈനയും US റഷ്യയും എല്ലാം കൂടി ചേർന്നുകൊണ്ടുണ്ടാക്കുന്ന ആ സഖ്യം, ബ്രിക് സഖ്യം, അതെല്ലാം വരുമ്പോൾ അത് അമേരിക്കയ്ക്ക് കൂടുതൽ ദോഷമാകുമെന്നുള്ളത് അദ്ദേഹത്തിന് അറിയാം. അപ്പോൾ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ണറായ ചൈനയെ ഇങ്ങ് അടർത്തി മാറ്റുക. ആ ചൈനയെ കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്, പലവിധ. കാരണം ചൈനയുടെ പ്രോഡക്ട്സിൻ്റെ ഒരു പ്രത്യേകത അറിയാമല്ലോ, ചീപ്പ റേറ്റാണ്. അപ്പം എവിടെയും വിറ്റുപോകും, എത്രയും പെട്ടെന്ന് അത് മാർക്കറ്റിലേക്ക് എത്തിക്കാൻ അവർക്ക് കഴിയും. അപ്പോൾ അവരെ ഒന്ന് സന്തോഷിപ്പിക്കാൻ, സൂചിപ്പിക്കാനായിട്ട് ഇതിലൊരു വലിയ ബാർഗെയിനിങ്ങും വലിയ ഒരു മത്സരവും നടത്താതിരിക്കാൻ, ഇന്ത്യയുമായിട്ട് കൂടുതൽ എടുക്കാതിരിക്കാൻ ഒക്കെ വേണ്ടിയാണ് ചൈനയ്ക്ക് അത്തരത്തിലുള്ള ഒരു ഇളവ് തൽക്കാലം കൊടുത്തിരിക്കുന്നത്. പക്ഷേ ചൈനയ്ക്ക് അതറിയാം ഇതൊരു ട്രാപ്പാണ്, കുറച്ച് കഴിയുമ്പോൾ ഈ രീതിയും മാറുമെന്നുള്ളത്. അത് മാത്രമല്ല, USSRനോട് റഷ്യയെ കൊണ്ട് നമ്മൾ വളരെ ശക്തമായ ഒരു ബന്ധം ചൈനയുമായിട്ടുണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്. കാരണം ചൈനയെ നമുക്ക് വിശ്വസിക്കാനൊക്കില്ല. അമേരിക്കയെ പോലെ എപ്പോഴാണ് ചൈനയുടെ രീതി മാറുന്നതെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മൾ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് റഷ്യയാണ്, പുടിനെയാണ്. പുടിനെ കൊണ്ടാണ് ചൈനയുമായിട്ടുള്ള ബന്ധത്തിലേക്ക് നമ്മൾ കൂടുതൽ വരാൻ ആഗ്രഹിക്കുന്നത്. ഒപ്പം ചൈനയ്ക്കും ചില സൗകര്യങ്ങളുണ്ട്. കാരണം ഇപ്പോൾ ചൈനയെ സംബന്ധിച്ചിടത്തോളമായാലും റഷ്യയും ഇന്ത്യയുമാണ് അവരുടെ അതിർത്തി ഏറ്റവും കൂടുതൽ പങ്കിടുന്ന രണ്ട് രാഷ്ട്രങ്ങൾ. അപ്പോൾ അതിർത്തി സംഘർഷങ്ങൾ ഇവിടെ ഇല്ലാതെ സൗഹൃദമായി നിൽക്കുകയാണെങ്കിൽ അവർക്കും ഗുണമാണ്, നമുക്കും ഗുണമാണ്. നമ്മുടെ ഫോക്കസ് ഈ യുദ്ധം അല്ലെങ്കിൽ ഒരു വലിയ ശത്രുവിനെ നേരിടാനുള്ള പ്രിപ്പറേഷൻസൊക്കെ മാറ്റിയിട്ട് നമുക്ക് കൂടുതൽ നമ്മുടെ വികസന പ്രവർത്തനങ്ങളിലേക്കും ക്ഷേമ പ്രവർത്തനങ്ങളിലേക്കും കോൺസെൻട്രേറ്റ് ചെയ്യാൻ ഇന്ത്യക്കും ചൈനയ്ക്കും റഷ്യയ്ക്കും ഒക്കെ കഴിയുന്ന ഒരു സാഹചര്യവും അവിടെ ഉണ്ടാകുന്നുണ്ട്. പിന്നെ ഏഷ്യയിലെ ഏറ്റവും വലിയ പവർ എന്ന് പറഞ്ഞാൽ ലോകത്തെ ഏറ്റവും വലിയ പവറായിട്ട് നമുക്ക് മാറാൻ കഴിയും. അതും വലിയൊരു മാറ്റമാണ്. ഇതൊക്കെ ഭാവിയിൽ അമേരിക്കയ്ക്ക് ചോദ്യചിഹ്നമാകുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇതിന് പുറമെ SCO എന്ന് പറയുന്ന ആ ഓർഗനൈസേഷൻ്റെ മീറ്റിംഗ് ഇപ്പോൾ ഷാങ്ഹായിൽ കൂടാൻ പോവുകയാണ്. അതിനു മുമ്പ് ഇന്ത്യൻ പ്രധാനമന്ത്രി ജപ്പാനിൽ പോയിട്ട് ജാപ്പനീസ് പ്രധാനമന്ത്രിയെ കൂടെ കണ്ടിട്ടായിരിക്കും ഇവിടെ വരുന്നത്. അപ്പോൾ നമുക്ക് വലിയൊരു രാഷ്ട്രമല്ല ഏഷ്യയിലെ ജപ്പാനെങ്കിലും ജപ്പാനും കൂടെ വന്നു കഴിഞ്ഞാൽ ഏഷ്യയിലെ എല്ലാ ശക്തികളും ഒന്നിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യവും കൂടെ വരികയാണ്. അപ്പോൾ അതെല്ലാം അമേരിക്ക പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ്. അമേരിക്കയ്ക്ക് ലോക മാർക്കറ്റ് പിടിക്കണമെന്നുണ്ടെങ്കിൽ ടാരിഫ് മാത്രം കൂട്ടിക്കൊണ്ട് കാര്യമില്ല. മാർക്കറ്റിലേക്ക് പ്രോഡക്റ്റ് ഇറക്കാനും അവിടുത്തെ പ്രോഡക്റ്റ് വില കുറച്ച് നമ്മുടെ അവിടെ കിട്ടാനുമൊക്കെയുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കുകയാണ് അദ്ദേഹം ചെയ്യേണ്ടത്. ഇപ്പോൾ ട്രംപ് അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ പുതിയൊരു ലോകക്രമം എന്ന രീതി തന്നെ ആവിഷ്കരിച്ചത് അമേരിക്കയായിരുന്നു. പക്ഷേ ഇപ്പോൾ പുതിയൊരു ലോകക്രമം രൂപപ്പെടാൻ ഒരു അച്ചുതണ്ട് ഉണ്ടാകാനായി ഈ പറഞ്ഞതുപോലെ റഷ്യയും ചൈനയും ഇന്ത്യയും ചേർന്നുകൊണ്ട് ഒപ്പം ബ്രസീലും നിന്നുകൊണ്ട് ഇത്തരത്തിൽ പുതിയൊരു ലോകക്രമം ഉണ്ടാകാനുള്ളൊരു അവസരം കൂടി ട്രംപ് സൃഷ്ടിച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും അത്തരത്തിലൊരു ഒരിക്കലും ചൈനയും ഇന്ത്യയും തമ്മിൽ ഇത്ര വലിയൊരു ബന്ധം വരുമെന്ന് ആരും പ്രതീക്ഷിച്ചതല്ല. ലോകത്താരും തന്നെ പ്രതീക്ഷിച്ചതല്ല. ഇന്ത്യക്കാരും പ്രതീക്ഷിച്ചില്ല, ചൈനക്കാരും പ്രതീക്ഷിച്ചിട്ടില്ല. പക്ഷേ ആ ബന്ധം വളരെ വഷളായിരുന്ന ആ ബന്ധം വളരെ ഊഷ്മളമായി മാറിയിരിക്കുകയാണ്. ഗാൽവാൻ ഇഷ്യൂവിന് ശേഷം ഒരു 5 വർഷമായിട്ട് നമ്മൾ വളരെ മോശമായിരുന്നു. ഇപ്പോൾ 2024 ഒരു ചെറിയ സെറ്റിൽമെൻറ്റ് ഉണ്ടായത് എങ്കിൽ പോലും ഒരുപാട് ഡിസ്പ്യൂട്ട്സ് ഉണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം മാറി തുറന്ന സൗഹൃദത്തിൻ്റെ ഒരു വേദിയായിട്ട് ഇപ്പം മാറിയിരിക്കുന്നത് എല്ലാ രാഷ്ട്രങ്ങൾക്കും, ഏഷ്യയിലെ പല രാഷ്ട്രങ്ങൾക്കും ഇതൊരു ഗുണമായി. ഏഷ്യ ഏതാണ്ട് ഒരു സമാധാന മേഖലയായി എന്ന് വേണമെങ്കിൽ പറയാം. മലയാളി വാർത്ത പ്ലസ്, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.